വൃത്തിക്ക് കാരണം നിങ്ങളിതിന് വളരെയധികം ഈ സമൂഹത്തിൽ നമ്മൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ ഇതാക്കാനും അള്ളാഹുവിനോട് ഇതിന്റെ ഹക്ക് മനസ്സിലാക്കി തരാൻ ഒന്ന് ദുആ ചെയ്യും. എന്താണെന്നുള്ളത് നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ നമ്മൾ അത് തിരുത്തും. ഈ വിശ്വമന്ന് കൂടെ നിങ്ങൾ ഇരിക്കും, ദിവസത്തെ സമീപിക്കും. എന്തിനാണ് വേറെ ഒരാൾ ഇത്ര മോശമായ പ്രതികരണം AP സുന്നിന്റെ കൂടുതൽ? കാരണം സുന്നി ഞങ്ങൾ ആ കൂടുതൽ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ നാട്ടില് AP സുന്നികളുണ്ട്, എല്ലാ ശത്രുക്കളും ഉണ്ട്. അവരിൽ ഒന്നുമില്ലാത്ത പീഡനങ്ങളാണ്. ഇപ്പൊ ഇവൻ തന്നെയുള്ള ഈ ഷാഫി സലാഹി ചങ്ങലി, ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്ന് അവിടെ വന്നപ്പോൾ. എനിക്കറിയില്ല, ഫറൂഖിൽ പുതിയാപ്പിളയാണ്, ഒക്കെ ശരിയാ, എനിക്ക് അറിഞ്ഞൂടാ, അത് സത്യമാണ്. ഈവൻ അവിടെ വന്ന് കുറെ ഫിത്തനകൾ അവിടെ ഉണ്ടാക്കി. ആ ചുങ്കത്ത് ഒരുപാട് ഫിത്തന കഴിഞ്ഞിട്ട് കുനൂത്തോതൽ തുടങ്ങി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് എന്തൊരു ധിക്കാരപരമായ സമീപനമാണ്, അവന്റെ സംസാരം എന്തൊരു ധിക്കാരമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഗൾഫിൽ പോയി നമ്മുടെ സെന്ററുകളിൽ മുഴുവൻ ഇപ്പൊ ഈ വയലക്സ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ലോകം മുഴുവൻ ഇത് നമ്മളെങ്ങനെ പൊളിച്ചെഴുത്തല്ലേ, നമ്മൾ നഗ്നരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ മുഴുവൻ തുണിയഴിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രതിഷേധ കാര്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പോരെ? ലോകത്ത് മുഴുവൻ ഇത് പരസ്യപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോ AP സുന്നിന്റെ ക്ലാസ് റൂമാണ് ഇവൻ ഉപയോഗിച്ചത്. AP സുന്നി നേതാവിനോടാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. അതിന്റെ ഇടയിലായി എനിക്ക് ഫോൺ ചെയ്യുന്നത്. എനിക്ക് ഫോൺ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താ അറിയാം? അത് നിങ്ങൾ ആലോചിക്കും, ഞാൻ ചെയ്ത തെറ്റ് ഇവന്റെ തെരുക്കി അതിനനുസരിച്ച് തെരി അങ്ങോട്ട് പറയാന്നുള്ള എന്റെ സംസ്കാരമല്ല. ഞാനൊരു വലിയ സംഘടനയല്ലേ, അതിന്റെ ഒരു എളിയ പ്രവർത്തകനാണ്. അതിന്റെ മാന്യത എനിക്കുണ്ടാകണം. ഞാൻ ഒരിക്കലും ഓന് ആദ്യമായി ഈ ബുക്ക് ഇറങ്ങി ജമിയത്ത് പ്രസിദ്ധീകരിച്ച ആ സമയം അവന് എന്നെ പരിചയം കേട്ട് എന്തായാലും പരിചയം ഉണ്ടാവുമല്ലോ, കണ്ടും പരിചയം ഉണ്ടാവും, എനിക്കറിഞ്ഞില്ല. ഇവൻ ഫോൺ ചെയ്തിട്ട് വളരെ ധിക്കാരത്തിൽ സംസാരിച്ചപ്പോൾ ഞാനത് കട്ട് ചെയ്തു ഫോൺ. എല്ലാം ഞാൻ എന്താ ചെയ്യാ? രാത്രി പാതിരാക്കൊക്കെ വിളിച്ചിട്ട് ഏപ്പിനെ ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ? അവിടുത്തെ കസാലപ്പണ്ണ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എഴുത്തിപ്പോ കഴിഞ്ഞ ഇതിലും കൂടി കിട്ടിയാണ്. ഏപ്പിനോട് ഒരു മനുഷ്യൻ അള്ള പൊറുക്കുന്നത് എങ്ങനെ ഈ വിഭാഗം ഇങ്ങനെ എതിരാളികളായി? ആദർശപരമായി ഉണ്ടെങ്കിൽ അത് പറയട്ടെ. ഇത്തരം സംസ്കാരം ഇങ്ങനെ നഷ്ടപ്പെടുന്നു. വളരെ ശത്രുക്കൾ, ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി ആ റൂമിൽ നിന്ന് പോയിട്ട് ഒരു ഗസ്റ്റ് റൂം, അവിടെ ഞാൻ സെൽഫി പറയാത്തൊരു കാര്യമുണ്ട്. ഇവൻ സെൽഫിയെ സംബന്ധിച്ച് വളരെ മോശമായി ആദ്യം തന്നെ പ്രതികരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ഇങ്ങളെ മാന്യല്ല, നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ അതിന് ഓൻ പറഞ്ഞ കാരണം എന്താ? ഞാൻ ഫോണ് കട്ട് ചെയ്തില്ല. ഫോണ് കട്ട് ചെയ്യില്ലാതെ ഓനോട് എന്ത് ചെയ്യും? വിദഗ്ധ കാര്യം സലാമ. ഈ സലാം എന്ന് പറഞ്ഞാൽ ഒനിട്ട് പിരിഞ്ഞു പോകണം തന്നെയാണ്. ഓന്റെ അടുത്ത് അവിടുന്ന് പോണോ, അവനേറ്റ് പിന്നെ തർക്കിക്കാൻ നിൽക്കരുതെന്നാണ്. അപ്പോ ഏറ്റവും മാന്യമായ സമീപനം ആ കട്ടിയിലാണ്. എനിക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞോടോനോട്. ഓൻ തെറി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കേൾക്കുന്നത്, ഞാൻ കേട്ടിട്ടില്ല, എനിക്കൊരു ഫോണാണ്. അത് വരുന്നത് AP സുന്നിന്റെ നേരത്തെ ഇവിടെ പറഞ്ഞ ഇയാളാണ്. എന്നെ ചോദിക്കും TPF. അപ്പൊ സ്ഥലം ചോദിച്ചിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കട്ട് ചെയ്തു. ചാബിയും പറഞ്ഞ് മറ്റുള്ള ഞാനത് അങ്ങനെ വിശദമായി കേട്ടിട്ടില്ല. ഇവൻ അന്ന് മുതൽക്ക് ഹാലടങ്ങിയിട്ട് ഈ ഖുറാഫികളുടെ ബൈലക്സിലും ലോകം മുഴുവൻ ഇങ്ങനത്തെ ഇത് പറഞ്ഞില്ല. അന്ന് സത്യത്തിൽ അബ്ദുറഹ്മാൻ സലഫി അല്ലെങ്കിൽ ഓനാ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അവിടെ ഓനാ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊക്കെ നടക്കും. ആ സെന്ററില് അവിടെ മാത്രല്ല, നമ്മള് പഴയ മുജാഹിദ് സെന്ററിൽ അടക്കം കൊല്ലങ്ങളായി ജീവിച്ച ഞങ്ങളാണ്.
അവിടെ എന്തെങ്കിലും റൂമിൽ അടച്ചു കയറ്റി പീഡിപ്പിക്കുക ഇവനെ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാൻ അന്നേരം ഇറങ്ങിപ്പോന്നു. അത് സെൽഫിയോട് പറയാൻ വിട്ടതാ. ഞാൻ പിന്നീട് നടന്ന സംഭാഷണങ്ങളിലേ ഞാനില്ല. കാരണം എനിക്കറിയാം ഇങ്ങനെ സംസാരിക്കുന്ന ഒരുത്തനായിട്ട് അത് ശുഭകരമായി അവസാനിക്കൂല. നമ്മുടെ സെൻട്രൽ അതിന്റെ പവിത്രത മറ്റു കാര്യങ്ങളും ഒക്കെ ഇവര് അവിടുന്ന് പോന്നതാണ്, ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്നിട്ട് എന്റെ നേതൃത്വത്തിൽ നടത്തി എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് ഇന്നുവരെ ഇങ്ങനെയുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അപമര്യാദയായിട്ട് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു അന്തസ് നമ്മളെ ഇത് പറയല്ല. എന്നിട്ട് ഇത് മുഴുവൻ ലോകത്ത് പ്രചരിപ്പിച്ച് നടക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തോ? നമ്മളെ ഒരു നടപടികൾ നമ്മളെ സംബന്ധിച്ച് എത്ര ചിന്തിച്ച് എത്ര തവണ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിന് ശേഷമാണ് ഒരു തീരുമാനം എടുക്കുന്നറിയോ? ഇപ്പൊ സക്കരിയ സലാഹിയെ നീക്കം ചെയ്യാൻ ഒരു തീരുമാനം എടുത്തു. എത്ര അവസരങ്ങൾ! അന്ന് രാവിലെ അടക്കം സക്കരിയ സലാഹിനെ ഞാൻ കാണുന്നുണ്ട്. അയാൾ എന്റെ വീട്ടിൽ വരുന്നു. ഇവിടെ വളരെ മിതമായി വളരെ ലളിതമായ ഒരു കാര്യങ്ങളാണ് സംഘടന അയാൾ പറഞ്ഞിട്ടുള്ളത്. ഒത്തുപോകാൻ വേണ്ടി കൂടെ നമുക്ക് ദാവത്ത് നടത്താൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ രണ്ടാളും കൂടി ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം, നമുക്ക് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് കയറാം എന്നൊക്കെ സന്തോഷപൂർവ്വമായിട്ട് അതിന് മുമ്പ് പറഞ്ഞു പിരിഞ്ഞതാണ്. 10-20 ദിവസം ഖുത്ബയിൽ സംഘടന കുത്തി പറഞ്ഞു. നമ്മുടെ എമിയറ്റിന്റെ തീരുമാനത്തിന് എതിർത്തുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷം പരസ്യമായി നേരത്തെ ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമില്ലേ സംഘടനക്ക്? നിങ്ങൾ ഇനി ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംഘടനയെ ആ നിലക്ക് ഇപ്പം AP-യുടെ ഒരവസ്ഥക്ക് നിങ്ങൾക്കറിയാലോ. ഈ വേദനിക്കുന്ന സന്ദർഭത്തിൽ, ഈ രോഗബാധിതനായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് ദുഷിച്ച നിലക്കുള്ള മെസ്സേജുകളും അയാൾ ബുദ്ധിമുട്ടിക്കലും രാത്രി പാതിരാക്ക് വിളിച്ച് ചോദിക്കലും ഒക്കെ നടക്കുന്നു. അപ്പൊ ഞാൻ എത്ര അനുഭവിക്കുന്നുണ്ടാവും? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനമായി നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു അത്. നമ്മൾ തന്നെയാണല്ലോ ഈ മടപുരികളേറ്റൊക്കെ ഭിന്നിച്ച്. നമ്മൾ വേറെ ആരുമല്ലല്ലോ. 10-12 കൊല്ലം നമ്മുടെ കൂട്ടായ്മ എന്തായിരുന്നു? നമ്മൾ എത്ര അന്തസ്സിലാണ് നടത്തിയത്, എന്തൊരു തിരിച്ചുപിടിക്കലാണ് നമ്മൾ ഈ ആദർശം നമ്മൾ നടത്തിയത്. ആദർശമില്ലായിരുന്നു അത്. എന്തെല്ലാം നിലക്ക്, എന്നിട്ട് എന്തെല്ലാം അതേ വാക്ക് കേൾക്കേണ്ടി വന്നു. എന്നിട്ട് നമ്മുടെ സംഘടനയെ ഈ നിലക്ക് ഭദ്രമായി ഇപ്പം പറയാം. സംഘടന ഭയങ്കര ഉണ്ടാക്കി. നമ്മളെല്ലാവരുടെ കൂട്ടായ്മയും കാണുമ്പോ ഈ ആദർശ ബന്ധം രണ്ടായി നിൽക്കല്ലേ. ഇപ്പൊ മാന്യമായ ഒരു വാക്കാദ്യം പറഞ്ഞു. അതിന്റെ വസ്തുതകളിലേക്കല്ല, വസ്തുത ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു ചെയ്ത് ഞങ്ങളിന്ന് മാറി. ഞങ്ങൾ ശക്തമായി അത് ശിർക്കാണ് എന്ന് ജനങ്ങൾ മുന്നിൽ പറയാൻ തുടങ്ങി. എന്താ ഈ കിടന്നു ഉരുളിന് എന്തിനാ? അങ്ങനെ വാദമില്ലെങ്കിൽ ആ വാദമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായില്ലേ? കൂടെ പോയിക്കൂടെ? എല്ലാ കാര്യങ്ങളിലും കൂടെ സംഘടന അതിനു വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കില്ലേ? പിന്നെ കുത്തുവാക്ക് വേണോ? പിന്നെ പിന്നെ ഇങ്ങനെ ഈ അപമാനിക്കണോ? ഓരോ ദിവസവും നിങ്ങൾ ഈ സമൂഹത്തില് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, നല്ല പ്രവർത്തകന്മാർ സമൂഹത്തിലുള്ളവർ. സമൂഹത്തിൽ ഇന്ന് അനുഭവിപ്പിക്കുന്ന അപമാനം എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മുജാഹിദായിരുന്ന അഭിമാനമായിരുന്നു, അന്തസ്സായിരുന്നു. ഇന്ന് ജിന്ന് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് രാവിലെ ഒരുത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു നേതാവുമായിട്ട് സംസാരിച്ചപ്പോ അയാൾ നിങ്ങളെ കൂടുതൽ ജിന്നില്ലേ? വീടുകളെന്താ അതൊക്കെ ജിന്ന് നിങ്ങളാണോ? നമ്മളെ പരിഹസിക്കപ്പെടുന്ന
അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയതാരാണ്? നേരം പുലരുമ്പോൾ ഇത് അവസാനിപ്പിച്ചു തരാം. നിങ്ങൾ ഇതിനെ മൂകമായി പിന്തുണ നൽകുകയും എല്ലാ അർത്ഥവും നൽകി സഹായിക്കുകയും എല്ലായിടത്തും ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതിന് വിരുദ്ധമായി കേരള ജമിയത്തുൽ ഉലമയുടെ മതപരമായ വീക്ഷണവും കാഴ്ചപ്പാടും കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതൃത്വം ഇത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായാൽ എല്ലാവരും അങ്ങനെ അന്ധമായി വേണമെന്നല്ല പറഞ്ഞ് ഈ സംഘടനയിൽ നിൽക്കണമെങ്കിൽ അല്ല പുറത്ത് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അതിന് നമുക്ക് ആർക്കും ഒരു വിരോധമില്ലല്ലോ. എല്ലാവരും പറഞ്ഞോട്ടെ, ഒരു വിരോധവും ഇല്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ നാട്ടിൽ നിന്നില്ലേ? എല്ലാ രംഗത്തും ഉണ്ടായിട്ടില്ലത്. അത് ചെയ്യാതെ സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ സ്വാധീനവും അതിന്റെ അനുയായികളെയും ഇങ്ങനെ ഭിന്നിപ്പിച്ച് അവരെ കൊണ്ട് തെറി വിളിപ്പിച്ച് ഇങ്ങനെ സംസ്കാരം നമ്മളെ മാതിരി ഇത്തരം തെസ്കിയത്ത് ക്ലാസ് നടത്തിയ ഒരു സമൂഹം ഉണ്ടാവില്ല. പക്ഷെ പറയുന്നവർക്ക് തെസ്കിയത്തുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട്. കേൾക്കുന്നവർ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, വമ്പിച്ച മാറ്റം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറയുന്നവരെങ്ങനെ എടുത്തു നോക്കി. ഇന്ന് ഇതിൽ ഈ ഇടയിൽ നിൽക്കുന്ന കുറെ ആളുകളെ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കും. നിഷ്പക്ഷമായി നമ്മുടെ നാട്ടിലുള്ള ആളുകളെ വന്ന് ചോദിച്ച് എന്റെ സ്വത്ത് ഇന്നതൊക്കെയാണ്, എത്രയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് കണക്കുകൂട്ടി പറഞ്ഞു തരുന്നുണ്ട് പറയുന്ന ആളുകളാണ് നമ്മുടെ അനുയായികൾ. അത്ര വളർന്നിട്ടുണ്ട് ഓരോ കാര്യത്തിലും. അതേ അവസരത്തിൽ ഈ പറയുന്നവനോ എത്ര ഉണ്ടായാലും കൊടുക്കാതെ. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേ പ്രകാരമല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഇന്ന് നമ്മുടെ സംഘടനയിൽ ഇത് മറുപടി ഒന്നല്ല കേട്ടോ. ഞാൻ ഒരു കിട്ടിയ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നല്ല പ്രവർത്തകന്മാരുടെ മുന്നിൽ പറയാം, ഒരു വീണ്ടും വിചാരം ഉണ്ടാകണം. നമ്മുടെ സംസ്കാരം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, നമ്മുടെ പ്രസ്ഥാനം വിമർശിക്കപ്പെടുന്നു, നമ്മുടെ ഈ ആദർശം കൈകാര്യം ചെയ്യുന്ന കൈകൾ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് നാം തന്നെയാണ് അതിനെ കഴുകേണ്ടത്, നാം തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത്. ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക, ഇത് ശരിയാണോ? ആരോഗ്യകരമായ ആദർശ ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്? അല്ലല്ലോ. ഇവിടെ തൗഹീദ് എല്ലാം നമ്മൾ ഒന്നാണ് എന്നൊരാശയം ഉണ്ടായാൽ, ഇപ്പൊ അനസും ഹനീഫും നേരത്തെ മറ്റേ കൂടുതലായിരുന്നു, സലഫി അതിന്റെ കൂടുതലായിരുന്നു, ഇപ്പൊ എന്തേ മാറിയെന്ന് ചോദിച്ച് അടക്കണം. അങ്ങനെ ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ തന്നെ അല്ലേ എല്ലാം. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ അതല്ലേ. അതെന്താ ഇവർക്ക് സാധിക്കാത്തത്? ആര് പറഞ്ഞു എന്ന് ചോദിച്ചു നടക്കുന്നതിന് പകരം ഇവിടെ പൂർണ്ണമായി ഇപ്പം ഇവിടെ പൂക്കൂലിയൊക്കെ ഏറ്റിന്റെ അനുഭവങ്ങൾ പറഞ്ഞല്ലോ. നമ്മളൊക്കെ നാട്ടില് ഒരു പ്രശ്നമില്ലാതെ ധൈര്യമായി രാത്രി 1 മണിക്ക് 1:30 മണിക്കൊക്കെ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തൊരു കാവാണ്. എന്റെ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു വാഹന സൗകര്യം ഇല്ലാത്തൊരു നാടാണ്. റെയിലുമ കൂടെ നടന്നിട്ട് 5 കിലോമീറ്റർ റെയിലുമ കൂടെ നടന്നിട്ട് ഒറ്റക്ക് 1:30 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിലെത്തിയത്. ഒരു പേടിയും കിട്ടില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്ന അള്ളാനെ പേടിക്കല്ലാതെ തവക്കുലാക്കി നടക്കും. ഒരു പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകിയ നിർഭയത്വമാണത്. ഇത് നേരെ മറിച്ച് അവനാന്റെ ഭാര്യനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത, അവനാന്റെ പുരയിലേക്ക് ചെല്ലാൻ പറ്റാത്ത, അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത, എല്ലാം കൂടി എന്ത് കോലക്കെടാക്കി കഴിഞ്ഞു. എന്താക്കി? ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തെളിവുകളുണ്ട്, രേഖകളുണ്ട്. ആരൊക്കെ ഒരാൾ പറഞ്ഞുവല്ല, വിവിധ ഈ വീക്ഷണങ്ങൾ ഇങ്ങനെ വളർന്നു വരിക. ഇപ്പം അൽഹംദുലില്ലാ ഞാനൊക്കെ ഇങ്ങനെ വളരെ സന്തോഷമാണ്. കാരണം ഇപ്പൊ ഇത് പറയാൻ അപമാനം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയും നേർരേഖക്ക് നേർവഴിയിലേക്ക് വരുന്നുണ്ട്. മാനക്കേടായി എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഈ ഒരവസ്ഥയിലാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. ഒരു ധൈര്യക്കുറവും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എന്ത് പറഞ്ഞു അത് മറ്റുള്ളവരോട് പറയുന്നതിലും ഒരു വിരോധമില്ല. അപ്പൊ ഈ കുട്ടി ചോദിച്ച ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. അള്ളാനെ പേടിക്കണമായിരുന്നു, പിശാചുക്കളെ പേടിക്കണ ഒരവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കണ്ട എന്നൊരു സദുദ്ദേശത്തോടു കൂടെയുള്ള ഒരു അവതരണം അല്ലാതെ അങ്ങനെ ആര് പറഞ്ഞു ഇങ്ങനെ ആയിരുന്നല്ല. ഈ ഒരു ഉദ്ദേശം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ.